ഇത്തരത്തിലുള്ള പുഴുക്കുത്തുകളെ കേരളത്തിൻ്റെ ജനകീയ സേനയിൽ നിന്നും ഒഴിവാക്കാൻ തയ്യാറായിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ 8 വർഷം എടുത്താൽ ഇത്തരത്തിൽ പുറത്താക്കപ്പെട്ടത് 108 പോലീസ് ഉദ്യോഗസ്ഥരാണ്. അപ്പോൾ ഈ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയുമില്ലാത്ത നടപടി ഇനിയും തുടരും എന്നാണ് ഈ ഘട്ടത്തിൽ അറിയിക്കാനുള്ളത്. സത്യസന്ധതയോടെ പ്രവർത്തിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരാണ് ഏറിയ കൂടുതൽ. അത്തരം പോലീസ് ഉദ്യോഗസ്ഥർക്ക് കലവറയില്ലാത്ത പിന്തുണ സർക്കാരിൻ്റെ ഭാഗത്തുണ്ടാകും. മുന്നിൽ വരുന്ന വിഷയങ്ങളിൽ മനുഷ്യത്വവും നീതിയുമാണ് നിങ്ങൾ ഉയർത്തിപ്പിടിക്കേണ്ടത്. സ്വതന്ത്രവും നീതിപൂർവവുമായി പ്രവർത്തിക്കാൻ ഇവർക്ക് കഴിയണം. അതിന് പ്രാപ്തരായവരാണ് ഇപ്പോൾ കേരള പോലീസ് സേനയിലെ അംഗങ്ങൾ. അടുത്തിടെയായി നമ്മുടെ സേനയിലേക്ക് കടന്നു വരുന്നവരെ പരിശോധിച്ചാൽ ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയുള്ള ധാരാളം ആളുകൾ പോലീസ് സേനയിലേക്ക് കടന്നു വരികയാണ്. വിദ്യാഭ്യാസ യോഗ്യതയ്ക്കനുസരിച്ചുള്ള പ്രവർത്തനം അവരിൽ നിന്നും സർക്കാർ പ്രതീക്ഷിക്കുന്നു. കേരളത്തിലെ പോലീസ് സേനയെ ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്തുക, ഇതിനുള്ള വിവിധ ഇടപെടലുകളാണ് സർക്കാരിൻ്റെ ഭാഗത്തുണ്ടാകുന്നത്. വിവരസാങ്കേതിക വിദ്യയുടെ വ്യാപനം മൂലം കുറ്റകൃത്യങ്ങളുടെ സ്വഭാവത്തിൽ വന്നിട്ടുള്ള മാറ്റം തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. അവയെ നേരിടാൻ കഴിയുന്നതിലേക്ക് കേരള പോലീസിനെ ഉയർത്താൻ കഴിഞ്ഞിട്ടുണ്ട്. പോലീസ് ഇൻസ്പെക്ടർ ജനറലിൻ്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിലാണ് സൈബർ പോലീസ് സ്റ്റേഷൻ ആരംഭിച്ചത്. ഈ കാഴ്ചപ്പാടോടെയാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്താനായി എറണാകുളത്തും കോഴിക്കോടും ഓരോ സൈബർ ഡോം വീതം ആരംഭിച്ചത്.